എല്ലാ മാന്യ പ്രേക്ഷകർക്കും അവനീത നമസ്കാരം. ഇന്ന് രാവിലെ ഒരു 11 മണിയോടുകൂടി തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ ചാനലുകളെല്ലാം തന്നെ ഒരു വാർത്ത കാണിക്കുന്നുണ്ട്. CJPയുടെ പാർട്ടിയുടെ ദേശീയ വക്താവായിട്ടുള്ള അശുതോഷ് റാങ്കിക്ക് നേരെ ഒരു വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. എന്താണ് ആക്രമണത്തിന്റെ കാരണങ്ങൾ, അതിന്റെ ദൃശ്യങ്ങളടക്കം കാണിക്കുന്നുണ്ട്. വിഷയം ഒറ്റ കാര്യം മാത്രമാണ്. രാജസ്ഥാനിലെ ജയ്പൂരിൽ ചെന്ന് അവിടെ ഒരു പ്രദേശത്ത് ഇവരുടെ കലാപരിപാടി, എന്താണ് ഇവരുടെ കലാപരിപാടി? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിരന്തരമായിട്ട് പറയുക, നമ്മുടെ സമൂഹത്തിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ വലിയ രീതിയിൽ അനാവശ്യമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക. ഇതാണ് ഇവന്മാരുടെ കുറെ ദിവസങ്ങളായിട്ടുള്ള പരിപാടി. ഇപ്പോ ഇവർ CJPയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇവന്മാരുടെ ഒരു നേതൃത്വത്തിൽ വലിയ രീതിയിൽ ഒരു സമരം ജന്തർ മന്ദറിൽ നടന്നു. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചതിന്റെ അടിസ്ഥാനത്തിലേക്ക് ഇവരുടെ ധാരണ നമ്മുടെ രാജ്യത്ത് ഇവര് പറയുന്ന കാര്യങ്ങളെ ഇനി നടക്കൂ എന്നുള്ള രീതിയിലാണ്. ഈ CJP എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്ന ആളുകൾ നിരന്തരമായിട്ട് ഓരോ സംസ്ഥാനങ്ങളിൽ ചെന്നിട്ട് പല പല വിഷയങ്ങൾ ഉണ്ടാക്കാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും ശ്രമിക്കുന്ന സമയത്ത് അതത് സംസ്ഥാനത്തെ സർക്കാരുകളും അവിടുത്തെ സംവിധാനങ്ങളും നാട്ടുകാരും എല്ലാവരും ഇവർക്ക് മുന്നിൽ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് ഈ CJP പാർട്ടിയുടെയും ഈ അശുതോഷ് റാങ്കെ അടക്കമുള്ള അല്ലെങ്കിൽ അഭിഷേക് ദീപ്കെ അടക്കമുള്ള ആളുകളുടെ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ചിന്താഗതി. ഈ ഒരു ചിന്താഗതി പൂർണ്ണമായിട്ട് തെറ്റാണ് എന്നുള്ളത് രാജസ്ഥാനിലെ ജനങ്ങൾ തന്നെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇത് പൂർണ്ണമായിട്ടും ഇവർ കാണിക്കുന്ന വൃത്തികേടുകൾക്ക് അല്ലെങ്കിൽ ഇവർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന അരാജകത്വം അത് എത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു ഭീതിജനകമായിട്ടുള്ള വിഷയമാണെന്ന് ഇവരുടെ നേതാക്കന്മാരുടെ ഓരോരുത്തരെയും പോസ്റ്റുകളും പ്രസ്താവനകളും എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ കരസേന മേധാവി, സൈനിക തലവൻ, അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പാകിസ്ഥാൻ ഒരു താക്കീതായിട്ട്, പാകിസ്ഥാൻ നിരന്തരമായിട്ട് ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ട് ഇന്ത്യ ആക്രമിക്കും, ഇന്ത്യ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് ഇടക്കിടക്ക് അവരുടെ ഓരോ മന്ത്രിമാരും എല്ലാവരും പല രാഷ്ട്രീയ നേതാക്കന്മാരും അവിടുത്തെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിലാണ് നിങ്ങൾ തീവ്രവാദ പ്രവർത്തനം നിർത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് നേരെ ഇതുപോലെയുള്ള കലാപരിപാടികൾ ഇനി നടത്തി കഴിഞ്ഞാൽ ഭൂപടത്തിൽ നിന്ന് പോലും പാകിസ്ഥാനെ ഇല്ലാത്ത തരത്തിലേക്ക് ആക്കിത്തരും എന്നുള്ള രീതിയിലേക്കാണ് നമ്മുടെ കരസേന തലവൻ പറഞ്ഞത്. അപ്പോൾ ഇതിനെതിരെ സൗരവ് ദാസ് എന്ന് പറയുന്ന CJPയുടെ ദേശീയ നേതാവ് പറഞ്ഞിരിക്കുന്ന പക്വതയോട് കൂടിയായിരിക്കണം ഇതുപോലെയുള്ള പ്രസ്താവന നടത്തേണ്ടത്, ഇതൊന്നും നമ്മുടെ നാടിന് ആവശ്യമുള്ള കാര്യമല്ല എന്നൊക്കെയാണ് പറയുന്നത്. ഈ പറയുന്ന ഇന്ത്യയുടെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു സൈനിക തലവനെ ഉപദേശിക്കാനായിട്ട് ഈ പറയുന്ന അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഇവൻ ആരാണ് ഈ ഒരു അധികാരം കൊടുത്തിരിക്കുന്നത്? അപ്പോൾ ഇതുപോലെയുള്ള വിഷയങ്ങളാണ് നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഉമർ ഖാലിദ് അടക്കമുള്ള രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം നടത്തി UAPA പ്രകാരം ജയിലിൽ അകപ്പെട്ടിട്ടുള്ള ഈ രാജ്യദ്രോഹിയെ റിലീസ് ചെയ്യണമെന്ന് പറയുന്ന ഇവരുടെ സഹപ്രവർത്തകർ റിലീസ് ചെയ്യണമെന്ന് നിരന്തരമായിട്ട് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സൗരവ് ദാസ് എന്ന് പറയുന്ന വ്യക്തി കൂടി പറയുന്നൊരു മറ്റൊരു കാര്യമുണ്ട്. ഇയാൾ നടത്തിയിട്ടുള്ള പോരാട്ടം അതിനെ അഭിനന്ദിക്കാൻ അല്ലെങ്കിൽ അതിനെ മുഖവിലേക്ക് എടുക്കാതെ പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്കാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള ആശയം എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയാണോ? നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയാണെങ്കിൽ അല്ലെങ്കിൽ നീറ്റ് എക്സാം എഴുതിയതിന് ശേഷം ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാമത് ഇനി എക്സാം എഴുതേണ്ടി വരുമെന്നുള്ള രീതിയിലേക്ക് വന്ന സമയത്ത് കുറച്ച് കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തീർത്തും നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത വിഷയമാണ്. അതിനെതിരെയെല്ലാമാണ് ഞങ്ങളുടെ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയിട്ട് ഈ സമരത്തിന് ശേഷം ഹോസ്റ്റലിൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ഒരു റൂം എടുത്തുകൊണ്ട് മറ്റ് കലാപരിപാടികളെല്ലാം ആക്കി കൂട്ടിച്ചേർത്തുകൊണ്ട് വലിയ ആഘോഷം നടത്തുകയാണ്. അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? സർക്കാരിനെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അപമാനിക്കുക എന്നുള്ള വിഷയമല്ലാതെ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരുവിധ ഉത്തരവാദിത്തമോ ഇവർക്കുണ്ടായിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് തന്നെയാണ് BJPയും സംഘപരിവാർ സംഘടനകളും നമ്മുടെ രാജ്യത്തെ രാഷ്ട്രവാദികളായിട്ടുള്ള സമൂഹവും ഈ CJP എന്ന് പറയുന്ന സംവിധാനത്തെ ഒറ്റപ്പെടുത്തണമെന്ന് നിരന്തരമായിട്ട് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതുപോലെയുള്ള സംവിധാനങ്ങളിടയിലേക്ക് വന്ന് കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിനെയാണ് ദിമാഗി നക്സലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ വെച്ച് നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം വരാനിരിക്കുന്ന സമയങ്ങളിൽ വലിയ രീതിയിൽ നേരിടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ BJP ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇപ്പൊ അങ്ങനെ തന്നെയാണ്. 2014 ശേഷമാണ് ഇതിൽ ഈ പുതിയ സംസ്ഥാനങ്ങൾ BJP ഇങ്ങനെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
ഈ അവസാനമായിട്ട് BJP അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ബംഗാൾ. നമ്മൾക്കറിയാം രാജ്യത്ത് BJP ഇതുപോലെ റിസ്ക് എടുത്ത് ഒരു സംസ്ഥാനത്തെ ഭരണം പിടിച്ചെടുത്ത ഒരു സംസ്ഥാനവും ഇല്ല എന്ന് പറയാം. അതിനു മുന്നേ അതിലും കുറച്ചുകൂടി താഴ്ന്നു നിൽക്കുന്നത് നമ്മൾക്ക് പറയാൻ സാധിക്കും. ദില്ലി അങ്ങനെ വലിയൊരു പോരാട്ടം നടത്തി തിരിച്ചു പിടിച്ചതാണ്. ബംഗാൾ എന്ന് പറയുന്നത് ഒരിക്കലും BJP എന്ന് പറയുന്ന സംവിധാനം ചിത്രത്തിലേ ഇല്ലാതിരുന്ന സമയത്താണ് അവിടെ വലിയ രീതിയിൽ പ്രവർത്തനം തുടങ്ങി. കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് BJPക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടായി അവിടെ അധികാരത്തിലേറാനായിട്ട് സാധിച്ചത്. അപ്പോ ഈ ബംഗാൾ വെറും 3 മാസമായിട്ടുള്ളൂ. കേരളത്തിലും ബംഗാളിലൊക്കെ ഒരുമിച്ചായിരുന്നു ഇലക്ഷൻ. ഈ സമയത്ത് ബംഗാളിൽ സമരത്തിന് പോവുകയാണ് ആര്? ഈ പറഞ്ഞ CJPയുടെ നേതാക്കന്മാരും പ്രവർത്തകരും അവിടെ പോയി സമരം ചെയ്യുമെന്ന്. ഇത്രയും കാലം മമതാ ബാനർജി അവിടെ ഭരിച്ചിട്ട് ഒരാളും അവിടെ തിരിഞ്ഞു നോക്കാനുണ്ടായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോസ്റ്റുകൾ പോലും തയ്യാറാക്കിയിടാൻ വേണ്ടി ഈ പറയുന്ന പാർട്ടിയുടെ ഒരാളും ഇന്നേ വരെ തയ്യാറായിട്ടുണ്ടായില്ല. ഈ സംവിധാനം വരുന്നതിന് മുന്നും ബംഗാളിലെ സർക്കാരിന് മമതാ ബാനർജിക്ക് ഒപ്പമായിരുന്നു അഭിജിത് ദീപ്കെ അടക്കമുള്ള ആളുകൾ എല്ലാവരും തന്നെ. കാരണം മമതാ ബാനർജി BJPക്ക് എതിരാണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ BJPയുടെ അധികാരത്തിൽ വന്ന സമയത്ത് മമതാ ബാനർജി ചെയ്തു വെച്ച കൊള്ളര ഇത്തരം എല്ലാം പൂർണ്ണമായിട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് അവിടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സമയത്ത് നമ്മുടെ ഈ രാജ്യത്ത് ഏതെല്ലാം തരത്തിൽ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വിഷയം, അതിന്റെ അടിസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ബംഗാളിൽ ഈ CJPയുടെ സമരം ഉണ്ടാകുമെന്നുള്ള രീതിയിലേക്ക് പറഞ്ഞുകൊണ്ട് അവിടേക്ക് പോകുന്നത്. 3 മാസമായിട്ടുള്ള സർക്കാർ വർഷങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റുകാരും ഈ പറയുന്ന മമതാ ബാനർജി പാർട്ടിയായിട്ടുള്ള TMC, തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഭരിച്ച് മുടിച്ച ഒരു സംസ്ഥാനത്ത് 3 മാസം പ്രായമുള്ള ഒരു സർക്കാരിന് നേരെ, അല്ലെങ്കിൽ സുവേന്ദു അധികാരി എന്ന് പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംവിധാനത്തിന് നേരെ സമരം ചെയ്യുമെന്ന് ഇപ്പോൾ പറയുന്നത് എത്രത്തോളം ബാലിശ്യമാണ്. അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇത് തന്നെയാണ് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത്. രാജസ്ഥാനിലേക്ക് നോക്കുന്ന സമയത്ത് രാജസ്ഥാൻ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ്. അവിടേക്കാണ് വലിയ പ്രതിഷേധമായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ശോചനീയാവസ്ഥ അനുഭവിക്കുന്ന സ്കൂളുകളൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ്, പല സാഹചര്യങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടുള്ള പല സംവിധാനങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സ്കൂളുകളും ഒരുപോലെയാണെന്ന് പറയില്ല. കേരളത്തിൽ മികച്ച സ്കൂളുകളും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസ സംവിധാനം എല്ലാം ഓക്കെയാണ്. പക്ഷെ ചില പ്രദേശങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ ക്വാളിറ്റി ഇല്ലാത്ത പല സംവിധാനങ്ങളും ഉണ്ടാകാം. അത് പരിഹരിക്കുക എന്നുള്ള സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതിൽ മാറ്റമൊന്നുമില്ല. സർക്കാർ ഇത് ചെയ്യും. ഏത് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണെങ്കിലും അത് ചെയ്യുമെന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അത് രാജസ്ഥാനിലാണെങ്കിലും എവിടെയാണെങ്കിലും അത് ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള സർക്കാരുണ്ട്. ആ സർക്കാരിനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനായിട്ട് CJPയുടെ പാർട്ടിക്കാർക്ക് എന്താണ് പ്രശ്നം? അവർക്ക് കണ്ട് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് എന്താണ്? പക്ഷെ ഇവർ സോഷ്യൽ മീഡിയ വഴി മാത്രമാണ് ഇവർ ഈ വിധ വിഷയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ സമൂഹത്തിൽ താഴെത്തട്ടിലുള്ള ആളുകളെ വലിയ രീതിയിൽ സർക്കാരിനെതിരെ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഇവരെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ ലക്ഷ്യത്തിനെതിരെയാണ് BJP കൃത്യമായിട്ട് നിലകൊള്ളുന്നത്. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ രാജ്യത്ത് നേരിടുന്ന പല പല പ്രശ്നങ്ങൾക്കും അതിന് പരിഹാരം കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് പല വിഷയങ്ങളും പരിഹാരം കാണും. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ ഈ CJP നെഗറ്റീവായിട്ട് നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. എന്താണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള CJPയുടെ പ്രവർത്തകർക്ക് ഇപ്പോ രാജസ്ഥാനിൽ കിട്ടി. ഇനി വരാനിരിക്കുന്ന സമയങ്ങളിൽ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾക്ക് കണ്ടറിയാം. അതുപോലെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംശയമില്ല, വരാനിരിക്കുന്ന സമയങ്ങളിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വന്ദേ